സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ഭാതി സാക്ഷാത് ഗുരുഭവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സബ്സ്ക്രൈബ് ചെയ്തവർക്കും ലൈക്ക് ചെയ്തവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമൻ നാരായണത്തിൽ 63-ാമത്തെ ദശകം ഭഗവാൻ ഗോവർദ്ധനം പൊന്തിച്ച് ഗോകുലവാസികളെയും എല്ലാവരെയും രക്ഷിക്കുകയാണ്. ഇതിൽ ഇന്ദ്രൻ്റെ അഹങ്കാരം ശമിപ്പിക്കാൻ വെള്ളത്തിൻ്റെ ആ സ്റ്റോക്കും തീർന്നു. വെള്ള മേഘങ്ങളായി 7 ദിവസം പെയ്ച്ചതോടുകൂടി ഇന്ദ്രൻ്റെ മഴയുടെ എല്ലാ ശക്തിയും തീർന്നു പോയി. ഭഗവാൻ കൊടുക്കുന്ന ശക്തിയേ ഉള്ളൂ. അത് മറന്നു. താനാണ് മഴയുടെ അധീപൻ, അതെല്ലാ കാലത്തും ഒരുപോലെയാണ്. തൻ്റെ സ്വന്തം കഴിവാണെന്ന് തെറ്റിദ്ധരിച്ചു. ഭഗവാൻ കൊടുത്തതാണെന്ന് ചിന്തിച്ചില്ല. അതാണ് ഇന്ദ്രനെ പറ്റിയിട്ടുള്ള തെറ്റ്. ചിലരൊക്കെ വിചാരിച്ചു ഈ പർവ്വതത്തിൻ്റെ ശക്തി ആയിരിക്കുമോ ഇതിങ്ങനെ പൊന്തി നിൽക്കുന്നത്. അപഹൃതേ, അതാണ് പറയുന്നത്. ത്വദഭിശങ്കിതീ സമുപാദ്രവൻ അചലതി ത്വയി ദേവ പദാത്പദം. ഒരു പോറ്റലേശം പോലും, ഒരു പദം പോലും ഭഗവാൻ നിന്ന ദിക്കിൽ നിന്ന് ഇളകിയില്ല. അങ്ങനെ ഇന്ദ്രൻ ശങ്കിച്ച് ത്വദഭിശങ്കിതീ പേടിച്ച് തൻ്റെ വാസസ്ഥാനത്തേക്ക് ഓടി. ഇനിയിപ്പോൾ എന്തൊക്കെ ഉണ്ടാവുക, ഭഗവാന്റെ ശിക്ഷാ നടപടികളോ പ്രതികാര നടപടികളോ ഉണ്ടാവുമോ എന്ന് ഭയന്ന് തൽക്കാലം തൻ്റെ സ്ഥാനത്തേക്ക് പോയി. ഈ ഭഗവാൻ ഗോവർദ്ധനം താഴെ വയ്ക്കുകയാണ്. 9-ാമത്തെ ശ്ലോകം. ശമമുപേയുഷി വർഷഭരേ തഥാ പശുപതേനുകുലേ ച വിനിർഗതേ ഭുവി വിഭോ സമുപാഹിതഭൂതര പ്രമുദിതൈ പശുവൈ പരിരേപിഷേ തഥാ വർഷഭരേ ശമം ഉപേയുഷി. മഴ പെയ്യൽ, വർഷം, അതിന് ശമം സമാധാനം. വർഷഭരേ ശമം, പെയ്യുന്ന മഴ ശമിച്ചപ്പോൾ എന്ത് ചെയ്തു? പശുപ ധേനുകുലേച്ച വിനിർഗതേ. പശുപൻ, പശുക്കളെ പാലിക്കുന്ന ഗോപന്മാർ. നേരത്തെ രക്ഷിക്കണവർ എന്നാണ്. പശുപൻ, പശുക്കളെ രക്ഷിക്കുന്നവർ ഗോപന്മാർ. ധേനുകുലം, പശുക്കൾ. ഗോപന്മാരും പശുക്കളും ഗോപികളും എല്ലാവരും വിനിർഗതേ, പുറത്തേക്ക് പോയി. ഈ പർവ്വതം പൊന്തിച്ച് പിടിച്ചതിൻ്റെ താഴെ നിന്ന് അവരെന്ത് ചെയ്തു? എല്ലാം പർവ്വതം വിട്ട് ദൂരത്തേക്ക് മാറി. പർവ്വതം താഴെ വയ്ക്കുമ്പോൾ അടിയിലാരും ഉണ്ടാവാൻ പാടില്ലല്ലോ. എല്ലാവരോടും പുറത്ത് കിടക്കാൻ പറഞ്ഞു. എന്നിട്ട് വേണം പർവ്വതം താഴെ വയ്ക്കാനായിക്കൊണ്ട്. വിനിർഗതേ, എല്ലാവരും ആ പർവ്വതത്തിൻ്റെ പരിധി വിട്ട് പുറത്തേക്ക് നീങ്ങി. ഹേ വിഭോ ഭുവി സമുപാഹിത ഭൂതര. ഗോവർദ്ധനത്തെ അങ്ങ് ഇറക്കി വെച്ചു. സമുപാഹിത, ഇറക്കി വയ്ക്കുക. ഭൂതര, പർവ്വതം. ഭൂതര എന്ന് പറഞ്ഞാൽ പർവ്വതം, ഭൂമിയെ ധരിക്കുന്നത്, അതാണ് പർവ്വതം. ഭഗവാൻ നിലത്ത് വെച്ചു, ഇറക്കി വെച്ചു, പഴയ സ്ഥാനത്തേക്ക് ആക്കി. എല്ലാവരും സന്തോഷിക്കുകയും ചെയ്തു. പ്രമുദിതൈ പശുപൈ പരിരേപിഷേ. സന്തോഷിച്ചിട്ട് എല്ലാവരും ഭഗവാനെ ആലിംഗനം ചെയ്തു. എല്ലാവരും കൃഷ്ണൻ്റെ മഹത്വം കണ്ട് അംഗീകരിച്ച് കൃഷ്ണനെ ആലിംഗനം ചെയ്തു, കെട്ടിപ്പിടിച്ച് നിന്നു. കൃഷ്ണ അങ്ങനത്തെ ശക്തിയൊക്കെ ഉണ്ടല്ലേ കൃഷ്ണന്, മഹാത്ഭുതം തന്നെ എന്ന് അവരെല്ലാം ചിന്തിച്ചു. അവിടെ കൃഷ്ണൻ്റെ ജാതകം അന്വേഷിച്ചു എന്ന് പറയുന്നുണ്ട് ഭാഗവതത്തിൽ. കാരണം ഗോവർദ്ധനോദ്ധാരണം, പൂതനാവധം, ചകടാസുരവഞ്ചനം, വിമളാർജുനവഞ്ചനം ഇതൊക്കെ കണ്ടപ്പോഴേ നന്ദഗോപുരെ, ആരാ അങ്ങയുടെ ഉണ്ണി? ഇത് വെറുതെ ഒരു ബാലനൊന്നുമല്ല. എന്ത് ഈ കുട്ടിയുടെ ജാതകത്തെക്കുറിച്ച് ജ്യോതിശാസ്ത്രന്മാർ പറഞ്ഞത്? അതൊക്കെ ഞങ്ങൾക്കൊന്ന് അറിയണമെന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴല്ലേ
സാക്ഷാൽ നാരായണ സമോ ഗുണൈ എന്നൊക്കെ പറഞ്ഞ് ഗർഗൻ പറഞ്ഞതായിട്ടുള്ള മഹത്വാക്യങ്ങളൊക്കെ നന്ദഗോപര് അവരോട് പറഞ്ഞപ്പോൾ ഇവർക്ക് കൂടുതൽ ബഹുമാനമായി. കൃഷ്ണനെ തൊഴുകാനും നമസ്കരിക്കാനും ഒക്കെ തുടങ്ങി ഇവർ. ആഹാ, അങ്ങനെയൊക്കെ ഉണ്ടല്ലേ, വെറുതെ അല്ല കൃഷ്ണൻ ഇതൊക്കെ കാണിച്ചു കൂട്ടണത് എന്ന് പറഞ്ഞ് ഭവജ്ജാതകമന്വവൃച്ഛൻ, അങ്ങയുടെ ജാതകത്തെ അന്വേഷിച്ചതായിട്ട് ശ്രീമദ് ഭാഗവതത്തിൽ ഈ സന്ദർഭത്തിൽ പറയണു. ഒരധ്യായം മുഴുവൻ അന്വേഷണം, പിന്നെ ഇന്ദ്രൻ്റെ വരവോട് കൂടിയിട്ട് ആ അധ്യായം അവസാനിക്കണം. ഇത്രയും മഹത്തായിട്ടുള്ള ആരൊക്കെ ഈ കുട്ടിയെ സ്നേഹിക്കുന്നവർക്കൊക്കെ മംഗളം ഉണ്ടാവും, ഏതൊരു കുട്ടിയെ ദ്രോഹിക്കുന്നവർക്കൊക്കെ നാശം ഉണ്ടാവും. ഈശ്വരന് തുല്യമാണെന്ന് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ, കൃഷ്ണൻ എന്ന പേരും ഒക്കെ അവിടെ ഒരുപാട് കാര്യങ്ങൾ ഗർഗൻ പറഞ്ഞതെല്ലാം പറയുന്നു. ഇതിലിപ്പോൾ എന്താണ് അത്ഭുതം എന്ന് പറയാൻ ധരണിമേവ പുരാധൃതവാനസി. പണ്ട് വരാഹാവതാര കാലത്ത് ഭഗവാൻ ഈ ഭൂമിയെ തന്നെ തൻ്റെ തേറ്റയുടെ മുകളിൽ പൊന്തിച്ച ആളാ. ഭൂമിയെ, മൊത്തം ഭൂമിയെ. അങ്ങനത്തെ ഭഗവാന് ക്ഷിതിധരോദ്ധരണേ, ക്ഷിതിധരം പർവ്വതം. ഒരു പർവ്വതം എന്ന് പറഞ്ഞാൽ ഒരു ഭൂമിയുടെ എത്ര ചെറിയ അംശമാണ്. അത് പൊന്തിക്കുന്നതിന് എന്താ വിഷമം? നമ്മൾ പറയാറില്ലേ, കാത്തക്ക് മല വിഴുങ്ങണ ഭൂതത്തിന് കാത്തക്ക് പലക പപ്പടം. ഒരു കഥക് പലക വല്ലതും ഉണ്ടോ മല വിഴുങ്ങണ ഭൂതത്തിന്? എന്ന പോലെ ക്ഷിതിധരോദ്ധരണേ തവ കശ്രമ. ഭൂമി ഉദ്ധരിച്ച ഒരാൾക്ക്, ഒരു മല ഉദ്ധരിച്ചു എന്ന് പറഞ്ഞാൽ തത്വം ആലോചിച്ച ഇതിൽ അത്ഭുതപ്പെടാനൊന്നും സർവേശ്വര ഇല്ല. അങ്ങയുടെ ആ ശക്തി എന്ത് തന്നെ ചെയ്യില്ല. ഇതിനുദത്തിദശേ കമലാപദേ, അല്ലയോ ലക്ഷ്മീപദേ, ദേവന്മാരാൽ ഇപ്രകാരം സ്തുതിക്കപ്പെട്ടതായിട്ടുള്ള ഗുരുപുരാലയ, രോഗത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. ശമമുവേയുഷി വർഷഭരേ തഥാ പശുപതേനുകുലേ ച വിനിർഗതേ. മഴയെല്ലാം ശമിച്ചപ്പോൾ പശുക്കൾ, ഗോപന്മാർ മുതലായിട്ടുള്ളവർ ഗോവർദ്ധനത്തിൻ്റെ താഴെ നിന്ന് അപ്പുറത്തേക്ക് വേറൊരു വശത്തേക്ക് പുറത്തേക്ക് നീങ്ങി പർവ്വതത്തിൻ്റെ ആ ഒരു പരിധി വിട്ടിട്ട് ഇത് വിഭോ സമുപാഹിതഭൂതര പ്രമുദിതേ പശുപൈ പരിരേഭിഷേ. പർവ്വതം ഭഗവാൻ മെല്ലെ താഴ്ത്തു വെച്ചു. ഗോപന്മാരെല്ലാം ഭഗവാനെ ആശ്ലേഷിക്കുകയും ചെയ്തു. ധരണിമേവ പുരാധൃതവാനസി ക്ഷിതിധരോദ്ധരണേ തവ കശ്രമ. പണ്ട് ഈ ധരണിമേവ ത്വം ധൃതവാൻ, തേറ്റയുടെ മുകളിൽ ഒരു മുത്തങ്ങ പുല്ല് പോലെ അല്ലയോ ഭഗവാൻ ഈ ഭൂമിയെ പൊന്തിച്ച ആളല്ലേ അങ്ങ്. പിന്നെ അതിലത്തെ ഒരു പർവ്വതത്തെ പൊന്തിച്ചു എന്ന് പറഞ്ഞാൽ അതിൽ ഇത്ര അതിശയിക്കാൻ സത്യത്തിൽ എന്താണ് ഉള്ളത്? ക്ഷിതിധരോദ്ധരണേ തവ കശ്രമ. ക്ഷിതിധരം പർവ്വതം, പർവ്വതം പൊന്തിക്കണേന് അങ്ങേക്ക് പിന്നെ എന്താ അത്ര വിഷമുണ്ടാവുക? ആലോചിച്ചാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. ഇപ്രകാരം ദേവന്മാരാൽ സ്തുതിക്കപ്പെട്ട ഭഗവാൻ. ഇതി നുതസ്ത്രിദശ, ത്രിദശന്മാർ ദേവന്മാർ. കമലാപദേ ഗുരുപുരാലയ പാലയ മാം ഗതാൽ, എന്നെ രോഗത്തിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദശകം അവസാനിപ്പിച്ചിരിക്കുകയാണ്. ശുഭദിന ആശംസകളോടുകൂടി അവസാനിപ്പിക്കുന്നു. നമസ്കാരം.